പോവാ കുടിക്കാന് തൂറ്റം പിടിച്ച ആൾക്ക് വേണ്ടിട്ടാണ് നീര് എന്തൊക്കെ സാധനം നമുക്കൊരു സാധനം കൊണ്ടുവന്നിട്ടില്ല ഇവിടെ. അപ്പൊ നമ്മുടെ ഒരു പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഡേ ഇൻ മൈ ലൈഫ് തന്നെയാണ്. പക്ഷെ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. വേറൊന്നല്ല, നമ്മുടെ പൊന്നുവിന്റെ ഫ്യൂസ് ഫുള്ള് പോയിട്ടാ. ഫുഡ് പോയ്സൺ ആണ്. 2-3 പ്രാവശ്യമായി ബാത്റൂമിൽ പോണു, 2 പ്രാവശ്യം ഛർദിച്ചു. അപ്പൊ എന്തായാലും ഇനി ഡോക്ടറെ കാണേണ്ടി വരും. അതാണ് അവസ്ഥ. അപ്പൊ രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റപ്പോ ഇതാണ്. ഇന്നലെ ഉറങ്ങിയിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാല്. ഇവള് ബാത്റൂം പോവാണെങ്കിലും കാത്തു അപ്പൊ എഴുന്നേക്കും. കാത്തു പെട്ടെന്ന് അറിയും. നമ്മള് എന്ത് അവളുടെ അടുത്തുനിന്ന് പോയി കഴിഞ്ഞാലും പൊന്നു പെട്ടെന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവൾക്ക് നന്നായിട്ട് അറിയാം. എത്ര ഉറക്കത്തിലായാലും അവൾ പെട്ടെന്ന് എഴുന്നേക്കും. അപ്പൊ അത് കാരണം കാത്തും ഉറങ്ങിയിട്ടില്ല, ഞാനും ഉറങ്ങിയില്ല. കാത്തു എൻ്റെ അടുത്ത് നിന്നിട്ട് അപ്പ അപ്പ എന്ന് വിളിച്ചിരിക്കും. അപ്പോൾ ഫുൾ പോയ ഒരു ദിവസമായിരുന്നു. ഉറക്കം എന്ന് പറഞ്ഞ സാധനം ഉണ്ടായിട്ടില്ല. 2 ദിവസം വർക്കായിട്ടും അങ്ങനെ ഉറക്കം പോയി. ഫുള്ള് കിളി പാറിയിട്ട് തന്നെ ഇപ്പം ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് പൊന്നുവിനൊന്ന് ഡോക്ടറെ കാണിക്കണം. അതിൻ്റെ മുന്നേ കുറച്ച് ഒരു പൊടിക്കൈകൾ നമുക്ക് അവൾക്ക് പരീക്ഷിച്ച് നോക്കാം. വിജയിക്കുമോ ഇല്ലയോ എന്ന് അറിയില്ലല്ലോ, നിൽക്കാൻ പറ്റുമോ എന്നല്ലേ. ഇപ്പോൾ പൈപ്പ് നമുക്ക് അടയ്ക്കണമല്ലോ. അപ്പോൾ നമുക്ക് അതിനുള്ള വഴികൾ നോക്കട്ടെ. അപ്പം ഞാൻ പൊന്നൂര് കാണിച്ചു തരാം. പോവാം നമുക്ക് പൊന്നൂരുടെ അടുത്തേക്ക്. വാ കമോ ചേച്ചി. പൊന്നോ ഇതേ എഴുന്നേക്ക്. ശരീരം കുഴഞ്ഞ പോലെ. നമുക്ക് ഡോക്ടറെ അടുത്ത് പോവാ. കുറച്ചേരങ്ങിട്ട് പോവാ. ഞാൻ നിനക്കൊരു ചായ ഉണ്ടായി തരട്ടെ, കഴിക്കോ? കുഴപ്പമില്ലല്ലോ. കാത്തും അതെ നല്ല ഉറക്കായിട്ട് കാത്തോടെ ഇരിക്കുന്നുണ്ട്. കാത്തുന് രാത്രി ഒന്നും ഉറങ്ങാൻ പറ്റിയിട്ടില്ല. ഞാൻ ഇങ്ങനെ പോയി വരാന് അവൾക്ക് പാല് കറക്റ്റ് കുടിക്കാൻ പറ്റാതെ തന്നെ അവൾക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല. ഇപ്പോഴാന്ന് കുറഞ്ഞു. ഞാൻ വെള്ളം മുതൊക്കെ നിർത്തിയപ്പോ. അപ്പൊ ഫ്യൂസ് പോയ പൊന്നു ഇതാണ് അവസ്ഥ. ഞാൻ ഇത്രയ്ക്ക് വയ്യാതെ കാണുന്നത് കുറേ കാലം ശേഷം ഇപ്പോഴാണ്. അന്ന് കണ്ടതാ, അന്ന് ഗർഭകാലത്ത് കണ്ടതാണ്. പിന്നെ ഞാൻ കണ്ടിട്ടില്ല. ഇപ്പൊ ഇത് വീണ്ടും കണ്ടിരിക്കുന്നു. അപ്പൊ എന്തായാലും ഞാൻ പൊന്നൂനുള്ള പരിപാടി നോക്കട്ടെ. ഓക്കെ പൊന്നാ, ഞാനൊരു അടിപൊളി ചായ ഉണ്ടാക്കി തരാം. ഓക്കെ, വെയിറ്റ് ചെയ്യ്, ഞാൻ പോയിട്ട് വരാം. അപ്പൊ ഇതാണ് കേട്ടോ നമ്മളിപ്പത്തെ അവസ്ഥ. അടുക്കളയുടെ ഡോറൊക്കെ തുറന്നിട്ടെ. ഇന്നലെ വൈകിട്ട് പോകുമ്പോ ഞാൻ കാത്തുന് ജ്യൂസ് അടിച്ച ബ്ലെൻഡ് ഇതൊക്കെ ഇവിടെ തന്നെ ഇരിപ്പാണ്. അപ്പൊ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കണം ആദ്യം തന്നെ. എന്നിട്ടാണ് ഇതെന്താ മൈ ഗോഡ്, എല്ലാം ഇവിടെ തന്നെ ഉണ്ടല്ലോ. അപ്പൊ ഞാൻ ഇതൊക്കെ ഒന്ന് കഴുകട്ടെ. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള പരിപാടി നോക്കാം. വേണ്ട, കഴുകുന്നതിന് മുന്നേ പൊന്നുള്ള ചായ ഉണ്ടാക്കിയിട്ട് നമുക്ക് കഴുകാം. അതല്ലേ നല്ലത്. യെസ്, അപ്പൊ നമുക്ക് ചായ ഉണ്ടാക്കാം. അവളൊന്ന് ഓക്കെ ആയാലാണ് ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മുന്നോട്ട് നടക്കുള്ളൂ. എനിക്കും കുറച്ച് ചായ കുടിക്കാല്ലേ. ഓക്കെ, ഞാനും കുറച്ച് ചായ ഉണ്ടാക്കാന്ന് വെച്ചു. എനിക്ക് ചായ ഇപ്പം ഞാൻ കുറേ കാലമായി കുടിച്ചിട്ട്. മീൻസ് ഈ ചെറുനാരങ്ങ ഇട്ട് എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ ഞാൻ ഇപ്പം ജിമ്മിൽ പോണ കാരണം ഒക്കെ നിർത്തി വെച്ചു. എല്ലാ പരിപാടിയും ഗത. ഇനി ചായപ്പൊടിയൊക്കെ എടുക്കണ്ടേ? എവിടെയെന്ന് വെച്ചിട്ട് നമ്മൾ പൊക്ക് ചെയ്തൊക്കെ. ചായപ്പൊടിക്കാരാ നിങ്ങളുടെ സോറി ചായക്കടക്കാരാ നിങ്ങളുടെ ചായയില് മധുരമില്ല. പൊന്നൊരു മധുരം വേണം. അപ്പൊ മധുരം വെക്കാലോ അന്റെ ടാപ്പണ്ട്. കാലിപ്പാത്രം വെച്ചു കൊടുക്കാല്ലേ ഇവള്. ഇതെവിടെയാണപ്പ? ഇതിലില്ല, ഇതിലില്ല, ഇതിലും ഇല്ല. കൈ എന്ത് സുഖമാണ് വേദന. ഇതിപ്പോ എവിടെ ചായപ്പൊടി? ഞാൻ പൊന്നിനോടൊന്ന് ചോദിച്ചിട്ട് വരാട്ടാ, അത് നടക്കുള്ളൂ. ഇപ്പൊ ഇവിടെ ഈ ചായയൊന്നും ഇല്ലാത്ത കാരണം ഇതെവിടെ എന്താന്ന് എനിക്കൊരു പിടുത്തില്ലേ. ഇതിലും ഇല്ല.
ഇതിലും ഇല്ല. ചോദിച്ചോട്ടെ, ഇപ്പം വരാട്ടാ. കിട്ടി മക്കളെ, കിട്ടി. ഓരോ സ്ഥലത്തേക്ക് അറിയണ്ടേ. അത് ചിയാ സീഡിന്റെ കൂടെ അപ്പുറത്തോണ്ട് വെച്ച് കൊടുക്കുക. ഒറ്റ നോട്ടത്തിൽ കണ്ട മനസ്സിലാവില്ല. കണ്ട അവിടെ തന്നെ ഉണ്ടായിരുന്നു. എൻ്റെ ഭാഗത്താണ് തെറ്റ്. ഞാൻ കൃത്യമായിട്ട് നോക്കിയില്ല. ഈ പാത്രം എനിക്ക് തീരെ ഇഷ്ടമല്ല. അവളോട് പറയണം മാറ്റാൻ. കുറച്ചും കൂടി ഇടാം. പൂക്കട്ടെ, പൂക്കാവടി. ഇനി നമുക്ക് ആവശ്യമായ സാധനം ഇനി എന്താ ആവശ്യമുള്ളത്? ചെറുനാരങ്ങ വേണം. ചെറുനാരങ്ങ ഫ്രിഡ്ജിലാണ്. അപ്പോൾ ഫ്രിഡ്ജിൽ പോയിട്ട് ചെറുനാരങ്ങ എടുക്കട്ടെ. ഒരു മിനിറ്റ്, ഇപ്പം ഞാൻ വരാട്ടാ. ഫ്രെയിമിൽ ഇപ്പം എന്നെ കാണില്ല, അത് വേറെ കാര്യം. ചെറുനാരങ്ങ ഇതുള്ളൂ. അപ്പം നമുക്ക് ചെറുനാരങ്ങ ഒന്നുകൊണ്ട് തൃപ്തിപ്പെടാം. അന്നത്തെ ചെറുനാരങ്ങ ഞാൻ തന്നെ തീർത്തു. ഇഞ്ചി വേണ്ട, ചെറുനാരങ്ങ മാത്രം മതി. ചിലപ്പോൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ അവളെ ഫ്യൂസ് വീണ്ടും തെറിച്ചാലോ. അതിനെക്കാട്ടിയും ഭേദം റിസ്ക് എടുക്കരുത്. ഓഫ് ചെയ്യാം. തിളച്ചു. ചായ ഗ്ലാസ് എടുക്കാം. എനിക്ക് ഇതിൻ്റെ തന്നെ വേറെ ടൈപ്പില്ലേ, ഇങ്ങനെ നീളം ഗ്ലാസ്, അതാ എനിക്കിഷ്ടം. നമ്മൾ ചായക്കടയിലൊക്കെ കിട്ടില്ലേ, നല്ല ചെറിയ നീളത്തിൽ. എനിക്ക് അങ്ങനത്തെ ഗ്ലാസ്സാണ് ഇഷ്ടം. ഇനി പോകുമ്പോൾ വാങ്ങണത് നല്ല രസമല്ലേ ഗ്ലാസ്സിൽ ചായ കുടിക്കാനായിട്ട്, അടിപൊളി. അപ്പോൾ ഇനി ആ ഗ്ലാസ് വാങ്ങണം. ഇന്ന് എന്താണ് എനിക്ക് സത്യത്തിൽ പറ്റിയേ? ഒക്കെ താളം തെറ്റിയ പോലെയാണല്ലോ പോണത്. എവിടെ അമ്പാനെ ഇതൊന്നും കാണാനില്ലല്ലോ. യെസ്, കിട്ടി. അരിപ്പ കിട്ടി. പിന്നെ ചായ അരിക്കാൻ വേറെ ഇതിലേക്ക് ആക്കണമല്ലോ. വേണ്ട, ഒരു 10 മിനിറ്റ് ചൂടാറട്ടെ, എന്നിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ. അപ്പോഴത്തേക്ക് അടുത്ത പണി എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്കുള്ളതാണ്. വെള്ളമെടുക്കുന്നു. നിറയട്ടെ. ഇങ്ങോട്ടാണ് നിറയൊരു മടി. ഇനി എനിക്ക് എൻ്റെ രാവിലത്തെ മീലുണ്ടാക്കലാണ് എനിക്ക് ഫസ്റ്റത്തെ ഡ്യൂട്ടി. അപ്പോൾ വെള്ളം എടുത്തു. ഈ ചായ ഒന്ന് ചൂടാറട്ടെ കേട്ടാ. ഇതോടെ ഇരിക്കട്ടെ, ഇപ്പം വരാം. എന്തൊരാട്ടം, അനങ്ങാതിരിക്കട. എനിക്ക് രാവിലെ എൻ്റെ മീല് ഞാൻ ഉണ്ടാക്കട്ടെ. കുറച്ച് ടാസ്ക്കാണ് എനിക്കുള്ളത് ഉണ്ടാക്കൽ. പൊന്നൂനും എന്താ ഉണ്ടാക്കി കൊടുക്കുന്നു. എനിക്ക് 1 2 3 4 1 5. കാത്തൂന് 1, പൊന്നൂന് 2. അപ്പൊ ട്രേ കാലിയായി. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. പോട്ടെ, കുറച്ചധികം നമുക്ക് ഉപ്പിടാട്ടോ. മുട്ട പുഴുങ്ങും. എന്നിട്ട് ഇതൊന്ന് മാറ്റി. എനിക്കിങ്ങനെ ഈ പാത്രത്തിൻ്റെ അടിയിൽ കൂടെ കത്തിക്കുന്ന പരിപാടിയില്ലേ, അതെനിക്കിഷ്ടമല്ല. ഐ ഡോണ്ട് ലൈക്ക്. എനിക്ക് കത്തൂല്ല. അതാണ് സത്യത്തിൽ കേട്ട. അപ്പോൾ മുട്ട പുഴുങ്ങാൻ വെച്ചു. അതവിടെ സെറ്റാവട്ടെ. പിന്നെ അവിടെ നിന്ന് എടുത്തത് അവിടെ തന്നെ വെക്കൻ്റെ അമ്പാനെ. അപ്പോൾ ഇത് നമുക്ക് വേസ്റ്റിലുകൊണ്ടിടാം. നിങ്ങളെൻ്റെ വോയിസ് മാത്രമേ ഇപ്പോൾ ചിലപ്പോൾ കേൾക്കുന്നുണ്ടാവുള്ളൂ അല്ലേ. എന്നെ കാണാനില്ലേ, ഞാൻ ഇങ്ങനെ ഓടി നടക്കുകയാണ്, അതുകൊണ്ടാണ് കേട്ടോ, വേറെ ഒന്നുമല്ല. അപ്പോൾ മുട്ട പുഴുങ്ങാൻ ഇട്ടു. ഇനി എനിക്കുള്ളത് ഓട്സാണ്.
ഓട്സ് ഞാൻ എന്ത് ചെയ്യും മല്ലയ്യ, ഇതൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് ബാക്കിയുള്ള ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇത് ഓഫായിട്ടില്ലേ? അയ്യോ, ഇത് ഓഫാക്കിയിട്ടില്ല. ചുരുക്കിയിട്ട് കൊടുക്കായിരുന്നു ചായ. ഞാനതല്ലേ ഇതിന്ന് തിളക്കണ്ടേ, എന്ത് പറ്റിയെന്നുള്ളത്. കടുപ്പം ഇത് മതിയാവും, കുഴപ്പമില്ല. അപ്പൊ ഇതൊന്ന് സെറ്റ് ആവട്ടെ, അതുവരേക്കും ചെറിയൊരു ഇടവേള. അപ്പൊ നമുക്കിനി ചായ ഗ്ലാസ്സിലേക്ക് മാറ്റിയാലോ. ഇത് ചൂട് ചായ ഒഴിച്ച് കഴിഞ്ഞാൽ പൊട്ടുമോ അതോ എന്തെങ്കിലും വേറെ സംഭവിക്കുമോ, അത് കാരണമാണ് ഞാൻ ഇങ്ങനെ ഒന്ന് ശങ്കിക്കണേ. സത്യത്തിൽ അതാണ് കേട്ടോ. രണ്ടും കൽപ്പിച്ച് നമുക്ക് ഒഴിച്ചു നോക്കാം, കുറച്ച് മാറിയിരിക്കാം. ആയോ നോക്കി, എന്താ രസം. ഓക്കേ, ഇത് 2 നേരം കുടിക്കാനുള്ള ഇതായാലും ഇപ്പൊ വെച്ചത്. കുഴപ്പമില്ല, അവിടെ ഇരിക്കട്ടെ. ഓക്കേ, അപ്പൊ പരിപാടി കഴിഞ്ഞു. പിന്നെ നമ്മുടെ കയ്യിലുള്ളത് ചെറുനാരങ്ങ. അത് ഇത്രയേ ഉള്ളൂ കേട്ടാ, വേറെ ഒന്നുമല്ല. ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നല്ലേ നമ്മളൊക്കെ പഠിച്ചു നടക്കണേ. അത്രേ ഉള്ളൂ, ഇതൊക്കെ ഒന്നും വലിയ കാര്യമല്ല അല്ലേ. നന്നായിട്ടൊന്ന് മിക്സ് ആകട്ടെ. ഓക്കെ, അപ്പൊ ആ പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് പൊന്നൂന് കൊണ്ടു കൊടുക്കാം. ഓക്കെ. അപ്പൊ അവിടെ ചേച്ചി നല്ല ഉറക്കത്തിലാണെന്ന് തോന്നുന്നു. കാരണം വയ്യ, അവളെ കുറ്റം പറയാനും പറ്റില്ല, വയ്യാത്തോണ്ടാണ്. ഇല്ലെങ്കിൽ ചാടി ചാടി നിൽക്കണ പൊന്നുമാണ്. ഇപ്പൊ കിടക്കണ കിടപ്പ് കണ്ടാ മറ്റേ ഡയലോഗ് ഓർമ്മ വരുന്നത്. അപ്പൊ നമുക്ക് ലെമൺ ടീ കൊടുക്കാം. പൊന്നാ പൊന്നാ, കാത്തും എഴുന്നേക്കുന്നു. ഗുഡ് മോർണിംഗ് ചേച്ചി. എന്താ കണ്ണു വീഴാത്ത? ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇത് കുടിക്കോ? ഞാൻ കുടിക്കട്ടെ? ഓക്കെ, മുമ്പ് വെച്ചിട്ട് വന്നാ മതിട്ടാ. പിന്നെ ചായ ബാക്കിലുണ്ട്, കുടിക്കണം. ഓക്കെ, മറക്കണ്ട. ഇതാ മതിയായിട്ടില്ലേ? രണ്ടാളും കൂടി കുടിക്കും. ഓക്കെ, പിന്നെന്താ എന്റെ വീട്ടിൽ കുടിക്കോ? പൊന്നോ, എന്തായി? ചായ കുടിച്ചിട്ട് എങ്ങനെയുണ്ട്? രക്ഷയില്ല, മാറുന്നില്ല, ഛർദിക്കാനൊക്കെ വരുന്നു. ഡോക്ടറെ അടുത്ത് പോയാലോ? വിളിച്ചിട്ട് പോവാ. കാത്തുമ്മ ചായ കുടിച്ചില്ലേ? ചായ കുടിച്ചില്ലേ നീയേ? കാത്തോ, അമ്മയുടെ എഞ്ചിൻ ഓയിൽ ലീക്കായിട്ട്. കാത്തുമ്മ വന്നോ? നീ വന്നോ അപ്പയുടെ അടുത്ത്? അതാണ് എനിക്ക് നല്ലത്. അമ്മയുടെ ഫ്യൂസ് പോയി. ഇത് എന്താ എന്താണ് നന്നായിക്കൂടെ എന്റെ ചേച്ചിയെ? എങ്ങട്ടാണ്?
ഞാനിപ്പോ അതിന് കുറ്റം പറയേ. കണ്ട ഞാനിപ്പോ നിങ്ങൾ കാണണം. ഇങ്ങോട്ടോക്ക് നീ. ഞാൻ കുറ്റക്കാരൻ അല്ലേ? ടാറ്റ, സീ യു. ഓക്കെ. അപ്പൊ ഇവിടെ നമ്മുടെ മുട്ടയൊക്കെ റെഡി ആയിട്ട് ഇട്ടാ. ഞാൻ ലൈറ്റ് ഇട്ടാ, എന്നാലാണ് ഇവിടെ ക്ലിയർ ആവുള്ളൂ. മുട്ടയും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ട് ഇനി പൊന്നു വന്നിട്ട് വേണം ഇതൊന്ന് റെഡിയാക്കാൻ. അല്ല അത്തോ മുട്ട കഴിച്ചണ്ടേ? നീ ഇരിക്കോ? അപ്പൊ പൊട്ടിച്ചേരാ. ഇരിക്കോ? നല്ല കുട്ടിയായിട്ട് ഇരിക്ക്. അപ്പൊ ബിസ്ക്കറ്റ് തരാം. നിക്ക്, ഇതിലേത് ബിസ്ക്കറ്റാ ഉള്ളത്? അപ്പൊ ബിസ്ക്കറ്റ് തരാടി. അപ്പൊ ബിസ്ക്കറ്റ് തരാം എൻ്റെ കുഞ്ഞിക്ക്. കഴിക്കോ? അപ്പൊ ഞാൻ ഇവക്കൊന്ന് ബിസ്ക്കറ്റ് എടുത്ത് കൊടുക്കട്ടെ, എന്നിട്ട് ഞാൻ അവിടെ സെറ്റാക്കാം. മുട്ട പുഴുങ്ങിയത് കഴിച്ചില്ല. ഇന്ന് മീലൊക്കെ തെറ്റിയിട്ടായിരിക്കുന്നത്. ഫുഡൊന്നും കറക്റ്റായില്ല. കഞ്ഞി വെച്ചിട്ടുണ്ട് പൊന്നൂന്. പിന്നെ കുടിച്ച പാത്രം കുറേയൊക്കെ ഞാൻ കഴുകി വെച്ചിന്. ചായ കുടിച്ചത് രണ്ടാമത്തെ ചായ കേട്ടാ. ഇത് തീർക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്. ഇത് രണ്ടാമത്തത്. ഇനി ഞാൻ കുറച്ച് പാത്രങ്ങൾ കഴുകാണ്ട് ഫ്രിഡ്ജൊന്ന് വൃത്തിയാക്കിയത്. ഇത് നമ്മൾ നെക്സ്റ്റ് ഒന്ന് വാങ്ങിയ ഗ്ലാസ് ആട്ടാ. അതിന് പൊട്ടിച്ച് വെക്കണം. പിന്നെ അടിച്ചുവാരി, ഇതൊക്കെ അടിച്ചുവാരി. ഇനി പൊന്നൂൻ്റെ റൂം അടിച്ചുവാരി, ഇതൊക്കെ അടിച്ചുവാരിട്ടാ. പിന്നെ തുടയ്ക്കണം. ഇതാണ് ഇനിയുള്ള പണികൾ. വയ്യാതെ എളുപ്പമില്ലാന്ന് മനസ്സിലായി. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. ഇതൊക്കെ ഞാൻ ഒന്ന് ഒതുക്കി സെറ്റാക്കി വെക്കട്ടെ. അപ്പോൾ നമ്മുടെ ഗ്ലാസ്, ഇനി എന്താ ഉള്ളത്? പ്ലേറ്റ്, ഇതൊക്കെ ഇങ്ങനെ ഇരിക്കായിരുന്നു. അതൊക്കെ എടുത്തൊന്ന് സെറ്റാക്കണം. ബാക്കിയൊക്കെ ഞാൻ ഇതാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ ഇരിക്കട്ടെ. പിന്നെ ചായപാത്രം, ഇനി ചായ അവസാനിപ്പിച്ചു. ചായയുടെ പരിപാടി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം അത് ഇനി എന്താ ഉള്ളത്? ഇനിയൊന്നുമില്ല. അപ്പം നമുക്ക് തുടങ്ങാം. എൻ്റെ പൊന്നു, ഒരു ദിവസം ഫുഡ് കറക്റ്റായിട്ട് പോയതായിരുന്നു. ഇന്ന് പൊന്നുവിന് തീരെ വയ്യ. പിന്നെ അവളെ എഴുന്നേപ്പിച്ച് ചെയ്യിക്കണ ശരിയല്ല. അപ്പം എന്ത് ചെയ്തു? ഫുൾ പണി ഞാനിങ്ങ് ഏറ്റെടുത്തു. അലക്കായിട്ടുണ്ട്. വാഷിംഗ് മെഷീൻ തന്നെ പിന്നെ രക്ഷപ്പെട്ടു. നമുക്ക് ആ പരിപാടികളൊക്കെ കുറഞ്ഞു കിട്ടിയല്ലോ. എളുപ്പപ്പണി പിന്നെ ഇപ്പോൾ കുറേ ഉണ്ടല്ലോ നമുക്ക് ചെയ്യാനായിട്ട്. അത് കാരണം ഞാൻ രക്ഷപ്പെട്ടു. ചായപാത്രത്തേക്ക് ഇത്ര തന്നെ മതി. ഞങ്ങൾക്ക് അന്ന് ആ തൃശ്ശൂര് നിന്നാൽ കുറേ പാത്രങ്ങൾ മിസ്സിങ് ആയി. കാരണം വെള്ളം ശരിയല്ലാതെയായിട്ട് കുറേ പാത്രങ്ങൾ കംപ്ലൈൻ്റ് ആയി. കംപ്ലൈൻറ്റ് മീൻസ് ഈ സ്റ്റീൽ പാത്രങ്ങളൊക്കെ തുരുമ്പ് പിടിച്ചു. ആ വെള്ളം അത്രയും എന്താ പറയുക, സ്ട്രോങ് ആയിരുന്നു. അപ്പോൾ കുറേ പാത്രങ്ങൾ അങ്ങനെ പോയി കിട്ടി. അതാണ് ഉണ്ടായത്. പിന്നെ ഇവിടെ പിന്നെ സെറ്റാണ് കേട്ടോ. നമുക്ക് അടിപൊളിയായിട്ടായിരുന്നു ഞങ്ങളെ ലൈഫ്. കാരണം ഒരു കുഴപ്പമില്ല. നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാനായാലും സെറ്റാണ്. കാത്തുവാണ് ഗംഭീര വാശി. അതാണ് ഇന്നത്തെ ദിവസത്തെ ഏറ്റവും വലിയ രസം. എല്ലാം അവളെ എൻ്റെ അടുത്ത് നിൽക്കണതാണ്. ഇപ്പം അമ്മയ്ക്ക് വയ്യാന്ന് പറഞ്ഞപ്പോൾ അമ്മയുടെ അടുത്തുനിന്ന് മാറണമില്ല അവൾ. അവൾക്ക് അമ്മ അമ്മ എന്നും പറഞ്ഞിട്ട് തന്നെ അവൾ നിന്നുകൊണ്ടിരിക്കുന്നത്. എന്താ ചെയ്യാം? കാരണം പൊന്നുപെട്ടു. ഇനി ഡോക്ടറെ കാണാൻ പോണം. എന്തായാലും ഡോക്ടറെ കണ്ടാൽ തന്നെ കാര്യം നടക്കുള്ളൂ. അവിടെ ഇരിക്കട്ടെ. അപ്പൊ എൻ്റെ പണിയൊന്ന് ഞാൻ തീർത്തിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ കാണാട്ടോ. കാരണം ഇന്ന് എൻ്റെ ഡേ ഇൻ മൈ ലൈഫാണ്. ഞാൻ എന്താന്നുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ പണി വേഗം തീർക്കട്ടെ. അങ്ങനെ എൻ്റെ അടുക്കളയത്തെ പണി ഏകദേശം കഴിഞ്ഞു കിട്ടാം.
എന്താ ഇവിടെ എന്താ ഇവിടെ അപ്പനെ പറയാൻ വരെ കുട്ടി വിളിക്കാൻ പറയുന്നത് എന്താണ് അപ്പനെ കാണണം എന്നോട് പേടിപ്പിച്ചോണ്ടെങ്കിൽ വയ്യെങ്കിൽ പോലും സമാധാനം കിടക്ക സമ്മതിക്കില്ലേ പോലെ അപ്പൊ അച്ചാറിട്ടേ വിളിക്കാം വിളിച്ചേ അപ്പ കണ്ടേ അയ്യോ കതുമ ഏട്ടനൊക്കെ ഞാൻ കുറച്ചുണ്ട് ചെയ്തോളാടാ കുഴപ്പമില്ല നീ കിടക്ക് ഇന്ന് നിനക്ക് റെസ്റ്റ് ഓക്കെ ഞാൻ നിന്നിട്ട് പണിയെടുപ്പിക്കുന്ന പോലെ ഇത് നമ്മുടെ വീടല്ലോ വേറെ വന്ന് ചെയ്തു ചെയ്യോ അപ്പൊ നമ്മൾ തന്നെ ചെയ്യണം ആരും ചെയ്തരാൻ പറ്റില്ല ഓക്കെ ഓക്കെ ബേബി ഡോണ്ട് വറി ചെയ്യാതെ ചെയ്യുന്നത് ഒന്ന് ഞാൻ മുട്ട പുഴുങ്ങുന്നുണ്ട് കഴിക്കാൻ ടൈം കിട്ടിയിട്ടില്ല എന്റെ മുട്ടയുണ്ട് മുട്ട കാത്തൂന്റെ മുട്ടയുണ്ട് എനിക്ക് 2 മുട്ടയുണ്ട് കഞ്ഞി വെച്ചിട്ടുണ്ട് എനിക്ക് ഉണ്ടാക്കാൻ നല്ല പെട്ടെന്ന് ചെയ്യാറുണ്ട് കഞ്ഞിയും അച്ചാറും യെസ് ദാറ്റ് വൺ ദ സെയിം സാധനം ഇന്നും ആ സെയിം സാധനം അപ്പൊ ഇപ്പൊ വരാടേ ഇപ്പൊ വരാ 1 മിനിറ്റ് അപ്പൊ ഒന്ന് ഇതാക്കട്ടെ അപ്പൊ എന്റെ പണി ഇപ്പൊ കുറച്ച് നേരത്തേക്ക് നിർത്തപ്പെട്ടിരിക്കുന്നു അപ്പൊ നമുക്ക് നോക്കാം അപ്പൊ ഒന്ന് അടിച്ചു പറ്റേ നീ കിടന്നോ എന്റെ ഒരു ഇതോ ഓൾമോസ്റ്റ് പണി തീർന്നു ഇനി അലക്കാട്ട് അലക്കുണ്ട് പാത്രം കഴുകി വെച്ചു ഇനി അടുക്കള തുടച്ചു വയ്ക്കണം ഓക്കെ കാത്തു പിടിച്ച് തിരിപ്പിക്കുന്നുണ്ട് എന്തിന് ഞാൻ പണി തീർക്കട്ടെ ബൈ ബൈ സി യു ടാറ്റ അപ്പൊ എന്റെ പണി ഏകത്ത് ഇവിടെ ആരാ ഇങ്ങനെയൊക്കെ വെച്ചേ ഏകദേശം അല്ല ഒരുവിധം ഒക്കെ കഴിഞ്ഞു കേട്ടാ അടുക്കള തുടച്ചു ഇനി ബാക്ക് ഞാൻ അടിച്ചുവാരി കൂട്ടിയിട്ട് ഇത് കുറച്ച് നേരം ചെയ്യാൻ വെച്ചു വിശക്കുണ്ട് നന്നായിട്ട് ഞാൻ കണ്ടില്ല മുട്ട പൊഴുങ്ങി അതേപോലെ വെച്ചത് പിന്നെ ഞാൻ തൊട്ടില്ല ഞാൻ ആ കുടിച്ച കാപ്പി വേറെ ഒന്നും ഞാൻ കുടിച്ചില്ല അപ്പം ഇനി പൊന്നൂന് ഫുഡ് എടുത്ത് കൊടുക്കണം കാത്തൊന്നും കഴിച്ചില്ലല്ലോ കാത്തൂന് എന്തെങ്കിലും കൊടുത്ത ബിസ്ക്കറ്റ് അങ്ങനത്തെ ഇതൊക്കെ കൊടുത്തുള്ളൂ അവൾക്കും നല്ലൊരു ഫുഡ് എന്ന് പറഞ്ഞിട്ട് ഇത് എത്തിക്കില്ല അപ്പോൾ നമ്മൾ കഞ്ഞി ആയതുകൊണ്ട് അപ്പോൾ കഞ്ഞിയിൽ നമ്മുടെ പൊടിക്കകളൊക്കെ ഇട്ടിട്ട് സെറ്റാക്കിയിട്ട് ഞാൻ കൊടുക്കട്ടെ ഏട്ടാ എന്നാലാണ് ഇനി അവളൊന്ന് ഉണർന്ന് കിട്ടുള്ളൂ ഉണരൂ വേഗം നീ സുമറാണി വന്നു തിന്മുരളി ഗ്യാസ് പോയോ ഓക്കെ പോയി അയ്യോ ഇവിടെ വെള്ളാക്കല്ലേ ഞാൻ ഇത്രയും തുടച്ച് വൃത്തിയാക്കിയിട്ട് ഇവിടെ തന്നെ വെള്ളം വരിക ഇവിടെ ഇതിനൊരു തവി വാങ്ങണം നമ്മുടെ കയ്യിൽ ഇല്ല തോന്നുന്നു അപ്പൊ നമ്മുടെ അടിപൊളി കഞ്ഞി റെഡി ആയിട്ടുണ്ട് കേട്ടോ കഞ്ഞി ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഞാൻ നേരെ വെളുപ്പിക്കും അപ്പം എന്ത് ചെയ്യണം എടുക്കുക കുറച്ച് കഞ്ഞിവെള്ളം ആക്കുക പിന്നെ റൈസ് കഞ്ഞിക്ക് കഞ്ഞിവെള്ളം ഇല്ലെങ്കിൽ മോശമല്ലേ അപ്പോൾ പൊന്നൂനും എനിക്കിനുള്ള മുട്ട ഈ മുട്ട പൊട്ടിക്കലാണ് ഏറ്റവും വലിയ ടാസ്ക് കിട്ടുക അതിന് വല്ല എളുപ്പവഴി ഉണ്ടെങ്കിൽ പറയണം കേട്ടോ ആരെങ്കിലും അതായത് ഈ തോല് കളയാനേ ഞാൻ കുറേ ശ്രമിച്ചു പക്ഷേ ഞാൻ എപ്പോഴും പരാജയപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ് അതിന് പുത്തൻ ആശയങ്ങൾ ഞാൻ തേടിക്കൊണ്ട് അപ്പോൾ നമ്മുടെ കഞ്ഞി റെഡി ആയിട്ടുണ്ട് ഇന്ന് പൊന്നൂന് മൊത്തം കഞ്ഞി ദിവസമാണ് അവൾക്കിനി 2 നേരം 3 നേരം എത്ര നേരമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് കഞ്ഞി തന്നെ കൊടുക്കാം ഉപ്പ് ഇത് മതിയാവുമെന്ന് വിചാരിക്കുക അവളുടെ ടേസ്റ്റ് ഇത് മതി കുറച്ചും കൂടി ഇടാം
അപ്പോൾ ഉപ്പിട്ടോ. പിന്നെ നമുക്കുള്ളത് നമ്മുടെ അച്ചാറാണ്. അത് കുറച്ചെടുക്കും, ഇങ്ങനെ അങ്ങ് ഇടുക. ഓക്കെ, അത് മതി. കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ കഴുകി വെക്കുക. അതാണ് ഇപ്പം പഠിച്ച പണി. നമ്മൾ ഈ കൂട്ടി വെക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുക. അപ്പം അതിനെക്കാട്ടും ഭേദം അതവിടെ അവസാനിപ്പിച്ചു. ഇത് നന്നായിട്ടങ്ങ് മിക്സ് ആക്കുക. ഓക്കെ, അപ്പം നമുക്കിനി പൊന്നുവിന് കൊണ്ടു കൊടുക്കാം. ചൂടാണ്, കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കാമല്ലേ? കുഴപ്പമില്ല, കൊണ്ടു കൊടുക്കാം. അപ്പം ഇത് അമ്മയും മോളും ഇവിടെ ഗംഭീര കളിയാണ് കേട്ടോ. ഞാൻ കഞ്ഞി എടുത്തിട്ട് വരാം. യെസ്, അത് വിട്ട് കളിയില്ലല്ലോ മോളെ. എഴുന്നേക്ക്. കാത്തുവാ, ഫാൻ ഇട്ടോ. ചൂട കഞ്ഞി. കഞ്ഞി വെച്ചാ അപ്പ അമ്മയ്ക്ക് ഫസ്റ്റ് ഉണ്ടാക്കി കൊടുത്ത സാധനമായിട്ട്. ചൂടാട്ടാ, ചൂടാ. കൈയിട്ട് കഴിഞ്ഞാ വാവും. അവർക്ക് പറ്റുമെന്നറിയില്ല. ചൂടാ ചൂടാ. ഫസ്റ്റ് ഇതായ എൻ്റെ കൊടുക്കാം. നീ എനിക്ക് ചൂടുണ്ടേ. ഇപ്പൊ മനസ്സിലായില്ലേ കാത്തു എന്താ അങ്ങനെ ആക്കിയെന്നുള്ളത്? അതാ ഇന്ന് എടുത്തിട്ട് എൻ്റെ. അപ്പൊ തരാം. അപ്പൊ വേറെ ടീസ്പൂൺ എടുത്തരാം. പിന്നെ വേറെ തരാം. അപ്പൊ വേറെ ടീസ്പൂൺ എടുത്തരാം. ഒരു മിനിറ്റ്. അപ്പൊ ഇപ്പൊ വരുന്നു. കുഞ്ഞാ എന്താ? അപ്പൊ വേറെ ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. നല്ല കുട്ടിയായിട്ട് ഇരിക്കും. അപ്പൊ തരാം. എന്താ അവളെ വിട്ടോ നീ? അവളെ ഒന്നും അവള് ചെയ്യില്ല. ഇതാ അപ്പൊ അവക്ക് വേണ്ടാത്ത എന്റെ. നീ കഴിച്ചേ. ടീസ്പൂൺ വേണോ? തരാം. എന്താ കുടിക്കോ ഇനി? അപ്പൊ ഇനി കഞ്ഞി കുടിച്ചോ നല്ല കുട്ടിയായിട്ട്. വയറൊക്കെ ഒന്ന് സെറ്റ് ആവട്ടെ. ഓക്കെ കാത്തോ, ഇതൊക്കെ എടുത്തു വെക്കോ. അപ്പൊ ഇനി ചെയ്യാനുള്ള പണി കൂടി ചെയ്തിട്ട് വേഗം വരാം. ഓക്കെ, ഇനി അതൊന്ന് ഞാൻ കുടിക്കാം. എന്റെ മുട്ട അവിടെ ഉണ്ട്. ഞാൻ അധികം ഇതില്ലാത്താണ്. ചൂണ്ട്. അപ്പൊ കഴിക്കട്ടാ. കഞ്ഞിവെള്ളം നല്ല കുടിച്ചോ.
കുടിക്കേ. ഫുള്ള് തീർത്തിട്ട് ഫുള്ള് തീർക്കണം കേട്ടാ. തൂറ്റം പിടിച്ച ആൾക്കാരെ കാണാൻ വേണ്ടി വന്ന ആൾക്കാരെ കാണിച്ചു തരാട്ടാ. കണ്ട തൂറ്റം പിടിച്ച ആൾക്ക് വേണ്ടിട്ട് ഇളനീര് എന്തൊക്കെ സാധനം. നമുക്കൊരു സാധനം കൊണ്ടുവന്ന് തന്നിട്ടില്ല. ഇവിടെ വയറിളക്കെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇളനീര് വരണു, ORS വരണു. അത് പശ പോകുന്നില്ല, പശ പോകുന്നു. എന്താ കുച്ച് ഇങ്ങനൊക്കെ 2 ദിവസം തൂറ്റം പിടിച്ച് ഞാനും കിടക്കേണ്ടി വരുന്ന തോന്നേ. എന്തായിക്കോണുക്കാ പരീക്ഷ? ആ ബിന്ദേച്ചിയുടെ പണി പോയി. ഇന്ന് ഞാൻ എത്തൊക്കെ ചെയ്ത് തന്നിട്ട് എന്നെ ഇതായി. അപ്പൊ ഇവിടെ തീരുമാനാവട്ടെ ഏട്ടാ.